ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. അരിപ്പയിലേക്ക് മൈദപ്പൊടിയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഒരു 3 തവണയെങ്കിലും ഇങ്ങനെ പൊടികളെല്ലാം ഒന്ന് അരിക്കണം. അപ്പം ഞാൻ 3 പ്രാവശ്യം അരിച്ചപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്നെങ്കിൽ ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ വെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് ഇങ്ങനെ ഫ്ലഫി ആയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയെല്ലാം നന്നായി ബീറ്റായ ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികൾ ഒരുമിച്ചിടാതെ കുറേശ്ശെ ഇട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്പാച്ചിൽ വെച്ചൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഓവനാണെങ്കിലും സ്റ്റൗ ആണെങ്കിലും നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രേ ഒന്ന് നന്നായി ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാൻ. അല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഒരുപാട് കാണും എൻ്റെ അകത്ത്. അപ്പോൾ ഞാനൊന്ന് സ്റ്റൗ ടോപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. എനിക്ക് കേക്ക് ബേക്കായി വരാൻ ഒരു 30 മിനിറ്റ്സ് ആണ് ആയത്. അപ്പോൾ നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത ബൗൾ ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ പോവാത്ത ഇരിക്കുന്നതാണ് നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോഴത്തേക്കും നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടാറിയ ശേഷം കേക്കിൻ്റെ മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ടാണ് കേക്ക് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി നമുക്കതിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം അത് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. അത് കേക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നോർമലി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ചെറി സിറപ്പാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ ഷുഗർ സിറപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ച് കേക്ക് നന്നായി അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രമേ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ചോക്കോ ചിപ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ആയാലും മതി. അതിനുശേഷം അടുത്ത ലെയർ വെച്ച് അതിലും ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഒരുപാട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് നമുക്ക് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഫ്രീസ് ആവുന്ന സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. മെൽറ്റാക്കിയ ചോക്ലേറ്റ് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരുന്ന ക്രീമിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ആ ചൂടൊന്ന് ചെറുതായി മാറി തുടങ്ങുന്ന സമയത്ത് മാത്രമേ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ. അതിനുശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ചേർത്ത് വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീം കൂടി ചേർത്ത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സൈഡെല്ലാം ഒരേ ഇതാവാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രേപ്പർ വെച്ച് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടോപ്പിംഗ് ആയി കൊടുക്കുന്ന ഗനാഷാണ്, ചോക്ലേറ്റ് ഗനാഷാണ്. അപ്പോൾ അതിനായി നമ്മൾ ചോക്ലേറ്റിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്താണ് നമ്മളിന്ന് ഗനാഷ് തയ്യാറാക്കുന്നത്.
ഇനി ആ ഗനാഷ് ചെറിയ ചൂട് മാറുമ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കേക്കിൻ്റെ സൈഡിലായി നമുക്ക് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളി കവേർഡ് ആണെങ്കിൽ അങ്ങനെ ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു കേക്കാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ഒരു നോസിൽ വെച്ചൊരു ചെറിയൊരു ഫ്ലവർ പോലെ വരച്ചു. അതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സും വെച്ചാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ തന്നെ എനിക്ക് അത്ര പൂർണ്ണത വരാത്തത് കൊണ്ട് തന്നെ വീണ്ടും അതേ നോസിൽ വെച്ച് താഴെ ഒരു ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കേക്കിൽ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.